പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ പിന്നോട്ടടിക്കുന്നത് കഴിവില്ലായ്മയല്ല, ഭയമാണ്. ഭയം സ്വപ്നങ്ങളെ തടയുന്നു. ഭയം വിശ്വാസത്തെ ദുർബലമാക്കുന്നു. ദൈവം തുറന്ന വാതിലുകൾ പോലും അടഞ്ഞതുപോലെ ഭയം തോന്നിപ്പിക്കുന്നു. അതുകൊണ്ടാണ് യോശുവയോട് വീണ്ടും വീണ്ടും ദൈവം പറയുന്നു, ധൈര്യവും ഉറപ്പുമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം ദൈവം ധൈര്യപ്പെടുക എന്നാവർത്തിക്കുന്നുണ്ട്. ഇതിന് കാരണം ദൈവം യോശുവയുടെ മുൻപിലുള്ള യുദ്ധങ്ങളെക്കാൾ അവൻ്റെ ഹൃദയത്തിലെ ഭയത്തെ കണ്ടതുകൊണ്ടാണ്. പുറത്തുള്ള ശത്രുവിനെ ജയിക്കുന്നതിന് മുൻപ് ഉള്ളിലുള്ള ഭയത്തെ ജയിക്കണം. എന്നാൽ ദൈവം യോശുവയോട് പറയുന്നു, ഭയപ്പെടരുത് എന്ന് മാത്രമല്ല, ഭയം നീക്കുന്ന കാരണം കൂടെ പറയുന്നു, നീ പോകുന്നിടത്തൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്റെ കൂടെ ഉണ്ടാകും. അതാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ. ധൈര്യത്തിൻ്റെ ഉറവിടം നമ്മുടെ ആത്മവിശ്വാസത്തെക്കാൾ ഉപരി ദൈവ സാന്നിധ്യബോധമാണ്. ബൈബിളിലെ പത്രോസ്ലീഹ ഇതിൻ്റെ മനോഹരമായ ഉദാഹരണമാണ്. കർത്താവിൻ്റെ വിളി കേട്ട് അവൻ വെള്ളത്തിന്മീതെ നടക്കാൻ തുടങ്ങിയ സംഭവം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ കണ്ണ് യേശുവിൽ ഉറച്ചപ്പോൾ അവൻ നടന്നു. എന്നാൽ കാറ്റും തിരമാലകളിലേക്കും അവൻ നോക്കിയപ്പോൾ ഭയം ഉണ്ടാകുന്നു. അവൻ മുങ്ങാൻ തുടങ്ങുന്നു. അപ്പോൾ അവൻ വിളിക്കുന്നു, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിക്കുന്നു. ഈ സംഭവത്തിൽ ഏറ്റവും വലിയ അത്ഭുതം പത്രോസ് വെള്ളത്തിന്മീതെ നടന്നതിനേക്കാൾ ഉപരി അവൻ മുങ്ങി തുടങ്ങിയപ്പോൾ പോലും യേശു അവനെ കൈവിട്ടില്ല എന്നതാണ്. അതാണ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൻ്റെ ഹൃദയം. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ വിശ്വാസം തളരാം, കാലുകൾ ഇടറാം. എന്നാൽ നമ്മെ പിടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൈ ഒരിക്കലും തളരുകയില്ല. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു സത്യമാണ്, കർത്താവേ, നീ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. കാരണം വിശ്വാസികളായ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് സമാധാനമുണ്ട്, സമാധാനമുള്ളിടത്ത് ധൈര്യമുണ്ട്, ധൈര്യമുള്ളിടത്ത് മുന്നേറ്റം ഉണ്ടല്ലോ. ഇന്ന് നമ്മിൽ പലരും ഭയത്തിൻ്റെ മുൻപിലായിരിക്കാം. രോഗത്തിൻ്റെ റിപ്പോർട്ട് നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടാകാം. കുടുംബ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടാകാം. ഉത്തരവാദിത്തങ്ങൾ മനസ്സിനെ ഭാരപ്പെടുത്തുന്നുണ്ടാകാം. ഭാവി അനിശ്ചിതമായി തോന്നുന്നുണ്ടാകാം. അത്തരം ഓരോ ഹൃദയത്തോടും ദൈവം പറയുന്നു, ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. ഭയം നമ്മുടെ ഭാവി മാറ്റില്ല, എന്നാൽ വിശ്വാസം നമ്മുടെ യാത്രയെ മാറ്റും. ദൈവം നമ്മെ നാളെയുടെ എല്ലാ വിവരങ്ങളും അറിയിക്കുന്നില്ല, എന്നാൽ നാളെയിലേക്കുള്ള തൻ്റെ സാന്നിധ്യം ഉറപ്പു നൽകുന്നു. ഈ പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരാം. ദൈവ സാന്നിധ്യമുള്ളിടത്ത് ഭയത്തിന് സ്ഥാനമില്ല. വിശ്വാസം ഭയത്തേക്കാൾ ശക്തമാണ്. ദൈവം കൂടെയുള്ള യാത്ര ഒരിക്കലും ഏകാന്ത യാത്രയല്ല. നമ്മെ വിളിച്ച ദൈവം നമ്മെ നടത്തും, നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും. അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് നടക്കാം. കാരണം നമ്മുടെ മുമ്പിൽ നടക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. നമ്മുടെ കൂടെ നടക്കുന്നവൻ വിശ്വസ്തനായ കർത്താവാണ്. നമ്മുടെ ഭാവി അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതമാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ ഭയങ്ങളെയും അങ്ങയുടെ സാന്നിധ്യത്താൽ നീക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഭയത്തിന് പകരം വിശ്വാസവും നിരാശയ്ക്ക് പകരം പ്രത്യാശയും നൽകണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ദൈവം
അനുഗ്രഹിക്കട്ടെ.